ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം ഇന്നൊരു കിടിലൻ വീഡിയോ ആണ്. നമുക്ക് വീട്ടിൽ നിങ്ങളുടെ റൂമിനകത്ത് തന്നെ നിങ്ങൾക്ക് പുഷ് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബോഡിയെ നല്ല കിടിലമാക്കാം. എന്ന് വെച്ചാൽ ഇത് മൊത്തം ഈ കാണിച്ചു തരുന്ന ഈ വർക്കൗട്ടുകളെല്ലാം പുഷ് ചെയ്യുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങളുടെ ട്രൈസെപ്സ്, നിങ്ങളുടെ ഷോൾഡർ, നിങ്ങളുടെ ചെസ്റ്റിന് വേണ്ടി 3 വർക്കൗട്ട്, നിങ്ങളുടെ ട്രൈസെപ്സിന് വേണ്ടി 2 വർക്കൗട്ട്, നിങ്ങളുടെ ഷോൾഡറിന് വേണ്ടി 2 വർക്കൗട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയെ നല്ല കിടിലമാക്കാം. യാതൊരു ഉപകരണങ്ങളുടെയും സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. ഡമ്പലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഇതിനൊക്കെയുള്ള പുതിയ നല്ല വീഡിയോകൾക്കായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, നല്ല കിടിലൻ വീഡിയോ ആണ്. നിങ്ങളുടെ സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. ചാനലുമായിട്ട് വളരെ ഗുണകരമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട്. ഇത് പുഷ് വർക്കൗട്ടാണ്. ഈ യാതൊരു എക്യുപ്മെൻറ്റ്സും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ചെസ്റ്റ്, നിങ്ങളുടെ ട്രൈസെപ്സ്, നിങ്ങളുടെ ഷോൾഡർ കിടിലമാക്കാം ഈ വർക്കൗട്ടിലൂടെ. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് വർക്കൗട്ട്. ഇതാണ് ഡിക്ലൈൻ പുഷപ്പ്. ഇത് നിങ്ങളുടെ അപ്പർ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്യുന്ന വർക്കൗട്ടാണ്. സൂപ്പർ വർക്കൗട്ടാണ്. വളരെ സാവധാനത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് ചെയ്യുക. താഴോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ആൻഡ് പുഷ് ആൻഡ് ബ്രീത്ത് ഔട്ട്. കൺട്രോൾ ചെയ്ത് വരുമോ. നിങ്ങളുടെ ബോഡിയൊന്നും വളഞ്ഞിരിക്കരുത്. നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം, നല്ല പാരലായിരിക്കണം. നിങ്ങളുടെ അപ്പർ ചെസ്റ്റിന് നല്ലോണം ആക്ടിവേഷൻ ഉണ്ടാക്കുന്ന ഒരു വർക്കൗട്ടാണിത്. നിങ്ങളിത് ചെയ്യേണ്ടത് 3 സെറ്റാണ്. 15 റെപ്സിൻ്റെ 3 സെറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് പുഷ് വർക്കൗട്ട്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ റൂമിൽ യാതൊരു എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങളുടെ 3 മസിൽ ഗ്രൂപ്പിനെയാണ് ഈ വർക്കൗട്ടുകൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, കിടിലൻ വർക്കൗട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ യാതൊരു ഡമ്പലോ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള അടിപൊളി വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ രണ്ടാമത്തെ വർക്കൗട്ട്. ഇത് നമ്മൾ വൈഡർ പുഷപ്പാണ്. ഇത് നമ്മൾ നോർമലി പുഷപ്പ് ചെയ്യുന്നതിനെക്കാട്ടി കൈ ഒരല്പം കൂടെ അകത്തി വെക്കുക. അതിനുശേഷം ബോഡി സ്ട്രൈറ്റ് ചെയ്യുക, കോർ ടൈറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, കൈയൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വെക്കണം. കറക്റ്റ് ഫോമിൽ തന്നെ ചെയ്യണം. ആൻഡ് 1 2. ഓക്കെ, താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ, പുഷ്, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, പുഷ് ആൻഡ് ബ്രീത്ത് ഔട്ട്. നിങ്ങൾ ആ ചെസ്റ്റ് മസിലിന് നല്ലോണം കോൺസെൻട്രേഷൻ കൊടുക്കുക. ആ ചെസ്റ്റ് മസിലിലോട്ട് ഫുള്ള് ഫീലിങ്സും വരട്ടെ വർക്കൗട്ടിൻ്റെ. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചെസ്റ്റിൻ്റെ വർക്കൗട്ട്. ഇത് നിങ്ങൾ വളരെ സാവധാനം കൺട്രോൾ ചെയ്ത് ചെയ്യുക. താഴോട്ട് വരുമ്പോൾ നിങ്ങൾ വളരെ സ്ലോയിൽ വന്നിട്ട് പുഷ്. ഓക്കെ, താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മേലോട്ട് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ടാണ്. മൂവിങ് പുഷപ്പാണ്. ഇതും നമ്മുടെ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഇത് കംപ്ലീറ്റ് നല്ല അടിപൊളിയൊരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഷോൾഡറിനും നിങ്ങളുടെ ട്രൈസെപ്സിനൊക്കെ നല്ല ആക്ടിവേഷൻ കിട്ടും. എന്നാലും നമ്മളെപ്പോൾ ഇത് ചെസ്റ്റിനെ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ ചെസ്റ്റിൻ്റെ മൂന്നാമത്തെ വർക്കൗട്ടാണ് മൂവിങ് പുഷപ്പ്. ഞാൻ ഇതേ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിൽ നിന്ന് ശേഷം കൈ മാറ്റി ഒരു മൂവിങ് മെത്തേഡിലോട്ട് മാറ്റുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ താഴോട്ട് വരുമ്പം ബ്രീത്ത് ഇൻ ചെയ്യുക, ആൻഡ് മേളിലോട്ട് വരുമ്പം ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതും നിങ്ങൾ 3 സെറ്റ് ചെയ്യണം, 15 റെപ്സ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ സാവധാനം കൺട്രോൾ ചെയ്താൽ മതി. കിടിലം വർക്കൗട്ടാണ്. നിങ്ങളുടെ ചെസ്റ്റൊക്കെ നല്ല കിടിലം ആക്ടിവേഷനാവും. നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ ഈ വർക്കൗട്ട്. നിങ്ങൾക്ക് യാതൊരാളുടെയും സഹായം വേണ്ട. നിങ്ങൾക്ക് അത്രയ്ക്കും മനസ്സിലാകുന്ന രീതിയിൽ കറക്റ്റായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരാളുടെയും ഹെൽപ്പ് വേണ്ട. നിങ്ങൾക്ക് സാവധാനം വീട്ടിൽ തന്നെ പരിശീലിക്കാവുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഷോൾഡറിന് നമ്മൾ 2 വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഈ നിൽക്കുന്ന കണക്ക് തന്നെ ഒരു പ്ലാങ്ക് പൊസിഷനിൽ നിങ്ങൾ കൈവെക്കുക. അതിനുശേഷം 1 2 ഇങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ഷോൾഡർ മസിൽ നല്ലോണം ആക്ടിവേഷൻ ആവും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫ്രണ്ട് ഡെൽറ്റോയിഡ്, നിങ്ങളുടെ ട്രാപ്സ് മസിലിനൊക്കെ നല്ല ആക്ടിവേഷൻ ഉണ്ടാകും ഈ വർക്കൗട്ട്. നല്ല കിടിലം വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ പൊസിഷനൊന്നും തെറ്റാതെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ മുമ്പിലോട്ട് വരുമ്പോൾ ഒരല്പം മുമ്പിലോട്ട് ബോഡി കൊണ്ടുവരിക. ആൻഡ് സ്ക്വീസ്. ഷോൾഡറിന് നല്ല കോൺസെൻട്രേഷൻ കൊടുക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഷോൾഡറൊക്കെ നല്ല കിടിലമാവും. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 15 റെപ്സിൻ്റെ 3 സെറ്റാണ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അടുത്ത വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. പെഗ് പുഷപ്പാണ്. ഇതേ കണക്ക് കൈ
അടുപ്പിച്ച് കൊണ്ടുവരിക ബോഡിയോട്. അതിനുശേഷം കൺട്രോൾ ചെയ്ത് വളരെ സാവധാനം ചെയ്യുക, ഒരു ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട ഒരു വർക്കൗട്ടാണിത്. നിങ്ങളുടെ ട്രാപ്സ് മസിലും നിങ്ങളുടെ ആ ഒരു ഡെൽറ്റോയിഡ് മസിലൊക്കെ നല്ല കിടിലും ഷേപ്പാക്കാൻ ഉപകരിക്കുന്ന വർക്കൗട്ടാണ്. നിങ്ങൾ വളരെ സാവധാനം താപ്പോട്ട് വരിക. താപ്പോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മേലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഷോൾഡറിന് കോൺസെൻട്രേഷൻ കൊടുക്കുക, ട്രാപ്സിന് കോൺസെൻട്രേഷൻ കൊടുക്കുക. നിങ്ങളുടെ പൊസിഷനൊന്നും ഒരിക്കലും തെറ്റിപ്പോരുത്. നല്ല കറക്റ്റായിട്ട് നിന്ന് തന്നെ വർക്കൗട്ട് ചെയ്യണം. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 15 സെറ്റിൻ്റെ 3 റെപ്സിൻ്റെ 15 സെറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഷോൾഡറിന് 2 വർക്കൗട്ട് കഴിഞ്ഞു. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്രൈസെപ്സിൻ്റെ 2 വർക്കൗട്ടുകളാണ്. അതിലൊന്നാമത്തെ വർക്കൗട്ടാണിത്, ഡയമണ്ട് പുഷപ്പാണിത്. നിങ്ങൾ കൈ ഇങ്ങനെ ഒരു ഡയമണ്ട് പൊസിഷനിൽ വെക്കുക, അടുപ്പിച്ച് വെച്ചിരിക്കുന്ന നമുക്കൊന്ന് ചെയ്യുക. അതിനുശേഷം സാവധാനം താപ്പോട്ട് വരിക, ബ്രീത്ത് ഇൻ ചെയ്യുക, മുന്നോട്ട് നിങ്ങൾ ട്രൈസെപ്സിനെ പുഷ് ചെയ്യുക, ബ്രീത്ത് ഔട്ട്. പതുക്കെ താപ്പോട്ട്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ആ ട്രൈസെപ്സ് മസിലിന് നല്ലോണം കോൺസെൻട്രേഷൻ കൊടുക്കുക. നമ്മുടെ ആ മസിൽ കോൺട്രാക്ഷൻ വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഏത് ഭാഗത്തിനാണ് വർക്കൗട്ട് ചെയ്യുന്നത് ആ ഭാഗത്ത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ട്രൈസെപ്സൊക്കെ നല്ല കിടിലാവും. വളരെ സാവധാനം താപ്പോട്ട് വരിക, പുഷ്, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 15 റെപ്സിൻ്റെ 3 സെറ്റ്. ഓക്കെ ഫ്രണ്ട്സ്. ഓക്കെ, അടുത്ത ട്രൈസെപ്സിൻ്റെ നമ്മുടെ അടുത്ത വർക്കൗട്ടാണ്. നമ്മൾ ഇതിനൊക്കെയുള്ള വല്ല ചെയറിലോ അല്ലെങ്കിൽ ഒരു കട്ടിലിലോ നിങ്ങൾക്ക് എവിടെയാണ് ഇച്ചിരി പൊക്കമുള്ള പ്രദേശത്ത് നിങ്ങൾ കൈ ഇങ്ങനെ കുത്തിയതിന് ശേഷം നിങ്ങൾ സാവധാനം കാലൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ ഒരുപാട് മുമ്പിലോട്ട് പോകരുത് നിങ്ങളുടെ ബോഡി, കാരണം നിങ്ങളുടെ ഷോൾഡറിന് ഇഞ്ചറി പറ്റും. ഇതേ കണക്ക് തന്നെ പതുക്കെ താപ്പോട്ട് സാവധാനം വരിക, ട്രൈസെപ്സിന് കോൺസെൻട്രേഷൻ കൊടുക്കുക, പുഷ്. ആ ട്രൈസെപ്സിലേക്ക് നല്ലോണം ശ്രദ്ധ കൊടുക്കുക, സാവധാനം താപ്പോട്ട് വരിക, പുഷ്. നല്ല ട്രൈസെപ്സൊക്കെ നല്ല അടിപൊളിയാവും. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പുഷ് വർക്കൗട്ട്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ആർക്കും വേണമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന, വളരെ നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ജിമ്മിൽ ഒന്നും പോകാനുള്ള സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ യാതൊരു എക്യുപ്മെൻസും ഇല്ലാതെ നിങ്ങൾ നല്ല കിടിലം ബോഡിയൊക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.